നമസ്കാരം. വ്യാഴാഴ്ച ബ്രിസ്റ്റോളിൽ ഇന്ത്യയുടെ കളി അവസാനിച്ചതിനു പിന്നാലെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും തമ്മിൽ ദീർഘനേരം നീണ്ട ചർച്ചയിലായിരുന്നു. ആ മുഖങ്ങളിലെ ഗൗരവവും നിശ്ചലതയും വ്യക്തമാക്കിയത് ഒന്നേയുള്ളൂ. 6 മത്സരങ്ങളിൽ 5ാമത്തെയും തോറ്റ് തുന്നം പാടിയ ഒരു ടീമിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ നിസ്സഹായ അവസ്ഥ. അടുത്ത കാലത്തൊന്നും ഇന്ത്യൻ വൈറ്റ് ബോൾ ക്രിക്കറ്റ് ടീം കാണാത്തത്രയും ദയനീയമായ ഒരു ഇംഗ്ലണ്ട് പര്യടനത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. 2018-19 സീസണിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ തുടർച്ചയായി 2 T20 പരമ്പരകൾ തോൽക്കുന്നത്. വെറും ഒരു തോൽവിയല്ല, എതിരാളികൾക്ക് മുന്നിൽ പൊരുതാൻ പോലുമാകാതെയുള്ള അടിയറവ് പറച്ചൽ. ലോകകപ്പ് ഉയർത്തിയതിനു പിന്നാലെയാണ് ഈ തുടർ തോൽവികൾ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പര്യടനത്തിലെ ആദ്യ കളിയിൽ അയർലൻഡിനോട് തോറ്റപ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന് കരുതിയവർക്ക് തെറ്റി. അയർലൻഡിന്റെ വളർച്ചയെ ഇന്ത്യ കുറച്ചു കണ്ടു എന്ന് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ ആദ്യ മത്സരം മഴ കൊണ്ടുപോയപ്പോൾ 4ാം മത്സരത്തിൽ ഇന്ത്യ വീണ്ടും തോറ്റു. എന്നാൽ ട്രെന്റ് ബ്രിഡ്ജിൽ നടന്ന 5ാം മത്സരത്തിൽ 125 റൺസിന് തകർന്നടിഞ്ഞതോടെ ഇന്ത്യ കേവലം ഒരു ഫോമില്ലായ്മയിലല്ല, മറിച്ച് വലിയൊരു പ്രതിസന്ധിയിലാണെന്ന് ഉറപ്പായി. അന്ന് വെറും 76 റൺസിനാണ് ഇന്ത്യ ഓൾ ഔട്ടായത്. T20 ചരിത്രത്തിലെ ഇന്ത്യയുടെ 2ാമത്തെ ഏറ്റവും കുറഞ്ഞ സ്കോറാണിത്. ഒരു ബാറ്റർ പോലും 20 റൺസ് കടന്നതില്ല. ഇതിലും താഴേക്ക് ഇന്ത്യക്ക് ഇനി പോകാനില്ലെന്ന് ശ്രേയസ് അയ്യർ പറഞ്ഞെങ്കിലും 2 ദിവസത്തിനു ശേഷം ബ്രിസ്റ്റോളിലെ കൗണ്ടി ഗ്രൗണ്ടിൽ ഇന്ത്യ വീണ്ടും നാണം കെട്ടു. ഇന്ത്യ ഉയർത്തിയ 159 റൺസ് എന്ന വിജയലക്ഷ്യം ഹാരി ബ്രൂക്കിന്റെ ഇംഗ്ലണ്ട് വെറും 13.5 ഓവറിൽ അടിച്ചെടുത്തു. 2022 T20 ലോകകപ്പ് സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ തച്ചു തകർത്തതിന്റെ കൃത്യമായ ഓർമ്മപ്പെടുത്തലായിരുന്നു ഈ കളി. ലോകകപ്പ് ജയിച്ച ക്യാപ്റ്റനെയും ഹീറോയെയും മാറ്റി. എന്നിട്ടിപ്പോൾ എന്തായി? തുടർച്ചയായ ലോകകപ്പ് വിജയങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് ലോകകപ്പ് നേടിത്തന്ന ക്യാപ്റ്റനെ മാറ്റി 2 വർഷമായി ടീമിന് പുറത്തിരുന്ന ശ്രേയസ് അയ്യർക്ക് ഇന്ത്യ ക്യാപ്റ്റൻ സ്ഥാനം വെച്ചു നീട്ടിയത്. സൂര്യകുമാർ യാദവിനൊപ്പം ലോകകപ്പിന്റെ ഹീറോയായ സഞ്ജു സാംസണിനെയും പൂർണ്ണമായും തള്ളി. 3 മത്സരങ്ങളിലെ തോൽവിയുടെ പേരിൽ സഞ്ജുവിനെ മാറ്റിയതോടെ തിരിച്ചുവരവിന് ഒരു അവസരം പോലും ലഭിക്കാത്ത അവസ്ഥയായി. സഞ്ജു ആരാധകരാകട്ടെ കട്ടക്കലിപ്പിലുമാണ്. ടീം മാനേജ്മെന്റിന്റെ പുതിയ പരിഷ്കരണങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഇന്ത്യ കൂപ്പുകുത്തുകയാണ്. ബാറ്റർമാർ താളം കണ്ടെത്തുന്നില്ല. ബൗളിംഗ് പ്ലാനുകൾ ഓരോ മത്സരത്തിലും മാറിക്കൊണ്ടേയിരിക്കുന്നു. ലോകകപ്പ് ജേതാക്കളായ ക്യാപ്റ്റനെ മാറ്റാൻ കാണിച്ച ധാർഷ്ട്യം ഇപ്പോൾ തിരിഞ്ഞുകൊത്തുകയാണ്. കൃത്യം 1 വർഷം മുൻപും ഇത്തരമൊരു ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യ അതേ ആശങ്കയിലായിരുന്നു. അന്ന് ഓസ്ട്രേലിയയിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി തകർന്നതിന് പിന്നാലെ ശുഭ്മാൻ ഗില്ലിനെ ടെസ്റ്റ് ക്യാപ്റ്റനാക്കി. ഓവലിലെ അവസാന ടെസ്റ്റിന്റെ അവസാന ദിനം ഇംഗ്ലണ്ടിന് ജയിക്കാൻ 35 റൺസ് മാത്രം മതിയാകുമായിരുന്ന ഘട്ടത്തിൽ മുഹമ്മദ് സിറാജ് എറിഞ്ഞ അത്ഭുത സ്പെല്ലാണ് അന്ന് ഇന്ത്യക്ക് സമനില സമ്മാനിച്ചത്. അന്ന് സിറാജ് പരമ്പര രക്ഷിച്ചപ്പോൾ മാനേജ്മെന്റിന്റെ പാളിച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളെല്ലാം ഒടുങ്ങി. ഗംഭീർ രക്ഷപ്പെട്ടു. എന്നാൽ 1 വർഷത്തിനു ശേഷം കൃത്യമായ തന്ത്രങ്ങളില്ലാതെ ഇറങ്ങിയ ഗംഭീറിന്റെ ടീമിനെ രക്ഷിക്കാൻ ഇത്തവണ ഒരു സിറാജ് ഉണ്ടായിരുന്നില്ല. 3 മാസങ്ങൾക്ക് മുൻപ് ലോകകപ്പ് സെമിയിൽ ഇന്ത്യ തോൽപ്പിച്ച അതേ ടീമിന് മുന്നിൽ ഇന്ത്യക്ക് 0-3 പരമ്പര അടിയറവ് വയ്ക്കേണ്ടി വന്നു. ലോകകപ്പിൽ ഗംഭീറിന്റെ പരീക്ഷണങ്ങൾ പാളിയപ്പോഴാണ് സഞ്ജു രക്ഷകനായത്.